കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 9ാമത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിൻ്റെ പേരാണ് ശീമച്ചക്ക കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ശീമച്ചക്ക ചില സ്ഥലങ്ങളിൽ കടച്ചക്ക എന്നാണ് പറയുന്നത്. ഇതൊരു ഹെൽത്തി ലൈറ്റ് സ്നാക്സ് ആണ്. ഉണ്ടാക്കാൻ എളുപ്പവും. ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ച് മതി. ഇത് ഉണ്ടാക്കാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ശീമച്ചക്ക തൊലി കളഞ്ഞ് ഞാൻ വളരെ നൈസായി അരിഞ്ഞ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് അതിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് മൈദമാവ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇതിൽ ഞാൻ ചേർത്ത്, വറുത്ത അരിപ്പൊടി, പിന്നെ ഉപ്പും, പിന്നെ ബേക്കിംഗ് പൗഡറും, ഇത്രയും, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് ഈ പരുവത്തിനാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ഇനി നമുക്കിതിനെ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ സഫോള ഓയിലാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഇങ്ങനെ നല്ലപോലെ മുക്കി മാവ് നല്ലവണ്ണം ഇതിൽ പുരളണം. ചൂടെണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇത്. കടച്ചക്ക ചിലരിത് തേങ്ങയിട്ട് പുഴുങ്ങി കഴിക്കും, ചിലർ കറി വയ്ക്കും. അങ്ങനെ പല രീതിയിൽ ഇതിനെ പല ഇതുണ്ടാക്കാവുന്നതാണ്. എൻ്റെ മക്കൾക്ക് ഇതിങ്ങനെ കഴിക്കുന്നതാണ് അവർക്കിഷ്ടം. കൊച്ചു കുട്ടികൾ ഇഷ്ടം പോലെ കഴിക്കും, കാരണം അത്ര ടേസ്റ്റിയുള്ള ഒരു സ്നാക്കാണിത്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ചെറിയൊരു ബ്രൗൺ ആകുമ്പോൾ ഇതിനെ നമുക്ക് മറിച്ചിടാം. ഇതിന് മാവ് മുക്കാതെ വേണമെങ്കിൽ കട്ടി കുറച്ച് അരിഞ്ഞ് നമുക്ക് എണ്ണയിൽ നേരിട്ട് പൊരിച്ചെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ചക്കയുടെ വറ്റൽ ഉണ്ടാക്കുന്നത് പോലെ ഇതുണ്ടാക്കാം. ഇങ്ങനെ ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കടച്ചക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ശീമച്ചക്ക സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കി, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത വ്ലോഗിലെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 50ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.